ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിത് യൂട്യൂബിൽ എൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂട്യൂബ് വീഡിയോ എങ്ങനെ എടുക്കേണ്ടതെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ തല തിരിച്ചിട്ടൊക്കെയാണ് കുറച്ച് നേരം വീഡിയോസ് എടുത്തിട്ടുള്ളത്. ഇത് ഈ തിരുവാതിരയുടെ ഉച്ച വരെയുള്ള വിശേഷങ്ങളാണ്. രാവിലത്തെ ഒന്നും കാണിച്ചിട്ടില്ല. ഉച്ച മുതലുള്ള പരിപാടികളാണ് ഞാൻ കാണിക്കണത്. അപ്പോൾ ഞാൻ മുതിര ആണ് വെള്ളത്തിലിട്ടിട്ടുള്ളത്. നമ്മൾ പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സാധാരണ ഞാൻ പയറുകൊണ്ടാണ് ഉണ്ടാക്കാറ്. അപ്പോൾ മുതിര ഒന്ന് അങ്ങനെ അരിച്ചെടുക്കുമ്പോൾ അതിൽ കല്ലുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും. എന്നിട്ട് മുതിര അരിച്ച് ഒരു കുക്കറിലൊക്കെ വെച്ചതിന് ശേഷം ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 3 പച്ചമുളകൊക്കെ നടുകെ കീറി ഇടുകയാണ് ചെയ്തത്. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് തന്നെ അതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുക്കർ വിസിലടിപ്പിക്കാൻ വെച്ചു. മുതിര ഇത് കാരണം കുറച്ച് നേരത്തെ തന്നെ ഞാനത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു കേട്ടോ. നമ്മൾ പയറിലാണ് സാധാരണ മണിപ്പയറുണ്ടല്ലോ, അതിലാണ് ഉണ്ടാക്കാറ്. അത് എൻ്റെ കയ്യിലില്ലാത്തത് കാരണമാണ് ഞാൻ മുതിര ഇട്ട് വെച്ചത്. ഇവിടെ മോൾക്കും എനിക്കും മുതിര പുഴുക്കും കഞ്ഞിയും ഒക്കെ കുടിക്കും. ഇപ്പോഴത്തെ കുട്ടികൾ കുടിക്കില്ല എന്നൊക്കെ പറയില്ലേ, കഞ്ഞിയൊന്നും അങ്ങനെ കഴിക്കില്ല. പക്ഷേ എൻ്റെ മോൾ കഞ്ഞിയൊക്കെ കഴിക്കും. കഞ്ഞിയും പുഴുക്കും കൂവയും എല്ലാം അവൾ കഴിക്കാറുണ്ട്. അപ്പോൾ അവൾക്കും എനിക്കും ഉള്ളത് മാത്രമാണ് ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നത്. പിന്നെ രാത്രി ഞങ്ങൾ ചപ്പാത്തിയും കറിയൊക്കെയാണ് ഉണ്ടാക്കിയത്. അത് നാളെ ഒരു വ്ളോഗായിട്ട് ഇടാം. ഇത് തിരുവാതിരയുടെ ഉച്ചത്തെ വിശേഷങ്ങളാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോ തല തിരിച്ചാണ് എടുത്തിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. ഇതെൻ്റെ അടുക്കളയിലെ സ്റ്റോറേജാണ്. അതിലാണ് ഞാൻ കഞ്ഞിക്കുള്ള അരി ഒക്കെ വെച്ചത്. അപ്പോൾ കുറച്ച് ശർക്കരയും കഞ്ഞിയുടെ ഉള്ള അരിയും ഒക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോഴേക്കും ഞാൻ മുതിര ഒക്കെ ഒന്ന് കുക്കർ ഒക്കെ ഒന്ന് ഫിസിലടുപ്പിച്ച് കഴിഞ്ഞു. പിന്നെ കഞ്ഞിക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പിൻ്റെ നുറുക്ക് അരി ഉണ്ടല്ലോ, ലൈറ്റിൻ്റെ, അതാണ് ഉപയോഗിക്കാറ്. അപ്പോൾ അതും ഉണ്ടാക്കിയിട്ടുണ്ട്, വെച്ചു. അപ്പോഴേക്ക് നമ്മളെ കുക്കറൊക്കെ ഫിസിലൊക്കെ അടിച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഞാൻ കഞ്ഞിയും വെച്ചു. ഇനി ഞങ്ങൾ കൂർക്കിട്ടിട്ടാണ് കേട്ടോ പുഴുക്കുണ്ടാക്കിയത്. ശരിക്കും ചേമ്പ്, കാവത്ത് അങ്ങനെ എന്തെങ്കിലുമാണ് ഇടുക. ഇവിടെ മോൾക്ക് കൂർക്കയാണ് ഇഷ്ടം. അപ്പോൾ കൂർക്കയിൽ തന്നെ പുഴുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എടുത്ത സാധനങ്ങളൊക്കെ നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഞാനൊരു റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയിട്ട് ആ സ്റ്റോറേജിൻ്റെ ഉള്ളിലേക്ക് തന്നെ വെക്കുകയാണ് ചെയ്യാറ്. പിന്നെ ഞാൻ ശർക്കര എടുത്തിട്ട് നമുക്ക് പായസം ഉണ്ടാക്കണമല്ലോ, അപ്പോൾ അതിനുള്ള ശർക്കരയൊക്കെ എടുത്ത് വെച്ചു. അത് ഞാനിങ്ങനെ ഒരു ഇടികല്ലിന് കൊണ്ടിങ്ങനെ ഒന്ന് ഇടിച്ചു. നല്ല നോൺ സ്റ്റിക്കിൻ്റെ കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയാണ്. അപ്പോൾ ഞാൻ അധികം സാധനങ്ങളും ഈ ചീനച്ചട്ടിയിൽ തന്നെ ഉണ്ടാക്കുക. പിന്നെ കൂവപ്പൊടി ഞാൻ ഒരു നാഴി കൂവപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈ ചോറിന് നമ്മൾ അരി അളന്ന് എടുക്കില്ലേ, ആ അരി ഇളക്കണ നാഴിയിൽ ഒരു നാഴിയാണ് എടുത്തിട്ടുള്ളത്. കൂവ ഞങ്ങൾ ഇപ്രാവശ്യം വാങ്ങിച്ചതല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത് ഈ വർഷം കൂടി അങ്ങോട്ട് പോകും. അപ്പോൾ അതിൽ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് ശർക്കര ഒന്ന് ഇടിച്ച് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ തേങ്ങ വലിയൊരു മുറി കേട്ടോ, അത് ചിരകിയിട്ട് വെച്ചിരുന്നു. അതൊക്കെ ആദ്യം തന്നെ റെഡിയാക്കിയ കൂവ പായസമൊക്കെ ഇതാണെന്ന് പറയുമ്പോഴേക്കും ആവുമല്ലോ, കുറച്ച് സമയം മതിയല്ലോ. അപ്പോൾ ശർക്കരയും കൂവയും ഒക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി ആക്കിയതിന് ശേഷം നമ്മൾക്ക് പിന്നെ ഗ്യാസ് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ആവും. അത് അപ്പോഴേക്കും എൻ്റെ കഞ്ഞിയും അപ്പുറത്തേന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കഞ്ഞിയും കൂവപ്പായസവും പിന്നെ പുഴുക്കിനുള്ള മുതിരയും ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം അമ്പലത്തിലൊക്കെ പോയി വന്ന് പിന്നെ വീടിൻ്റെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് അതൊന്നും ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല.
അതൊക്കെ ചെയ്തതിന് ശേഷമാണ് പിന്നെ ഞാൻ അടുക്കളയിലേക്ക് കടന്നത് തന്നെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ കൂവ പെട്ടെന്ന് തന്നെ ആയി വന്നിട്ടുണ്ട്. ഇതേങ്ങനെ വെള്ളമൊക്കെ വറ്റി തുടങ്ങി. ഇവിടെ എല്ലാവർക്കും കൂവയൊക്കെ ഇങ്ങനെ ചൂടോട് കൂടി കഴിക്കാനാണ് ഇഷ്ടം. തണുത്ത പിന്നെ അങ്ങനെ അതിങ്ങനെ ഈ അലുവ പോലെ അങ്ങനെ മുറിച്ചെടുത്ത് കഴിക്കുന്നത് ആർക്കും അത്ര ഇഷ്ടമല്ല. അപ്പോഴേക്ക് ഏകദേശം ഒരു 3/4 ഭാഗമൊക്കെ ആയി എന്ന് കണ്ടപ്പോൾ ഞാൻ അതിലേക്ക് തേങ്ങ ചിരവിയതാണ് ഇട്ട് കൊടുത്തത്. തേങ്ങ ഇങ്ങനെ കൊത്തില്ലേ, അത് ഇട്ടുണ്ടെങ്കിൽ മോൾക്ക് ഇഷ്ടമല്ല. അത് അപ്പോൾ അവൾ പറയും ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമല്ല, അപ്പോൾ അത് തുപ്പിക്കളയണമെന്ന് തോന്നും, അതുകൊണ്ട് ഇങ്ങനെ ചിരകി ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ചിരകി ഇടുകയാണ് ചെയ്തത്. രണ്ടും ചെയ്യാറുണ്ട്, കൊത്തിയിടും ചെയ്യാം, അങ്ങനെ ചിരവിയിടും ചെയ്യാം. അപ്പം ഞാനത് മോൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചിരകിയിട്ടാണ് ഇട്ടത്. പിന്നെ കഞ്ഞി ആയി, കൂവയായി. ഈ വീഡിയോ ഇങ്ങനെ തലതിരിഞ്ഞിട്ടാണ് എന്നുള്ളത് ഇപ്പോൾ ഇത് എഡിറ്റ് ചെയ്യണ സമയത്താണ് കേട്ടോ ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്കും വല്ലാത്ത കഷ്ടം തോന്നി, നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി ചെയ്തിട്ട് അതിങ്ങനെയായി എന്നുള്ളത്. പിന്നെ എന്തായാലും അത് ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ. അത് രണ്ടും റെഡി ആയതിന് ശേഷമാണ് ഞാൻ നമ്മളുടെ കൂർക്കൊക്കെ നേരെയാക്കാൻ വിചാരിച്ചത്. അപ്പോഴേക്കും മുതിരയൊക്കെ വെന്ത് നന്നായി വന്നിരുന്നു. പിന്നെ കുറച്ച് ഒരു നേരത്തിന് മാത്രമല്ലേ വേണ്ടൂ, അപ്പോൾ കുറച്ച് കൂർക്കയൊക്കെ ഞാനെടുത്ത് നേരെയാക്കി. വലിയ വലിയ കൂർക്കയായതുകൊണ്ട് വേഗം പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റി. വേഗം അതും കഴുകി കുക്കറിലിട്ടു. പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചില്ല കേട്ടോ, ആ മുതിരയിലത്തെ വെള്ളം തന്നെ മതിയായിരുന്നു. കൂർക്കയ്ക്ക് അല്ല, ഒരൊറ്റ ഫിസിലടിച്ചാൽ മതി. പിന്നെ ഞങ്ങൾ പുതിയ കുക്കറുമാണ്, പഴയ കുക്കർ ഇപ്പോൾ കേട് വന്നിട്ട് ഞാൻ ഇപ്പം അങ്ങോട്ട് വാങ്ങിച്ചേ ഉള്ളൂ, പുതിയ കുക്കറാണ്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ആവും. പഴയ കുക്കർ ഞങ്ങൾ കുറേ വർഷം ഉപയോഗിച്ചിട്ട് ഇപ്പോൾ അത് ഫിസിലൊന്നും വരാത്തതുകൊണ്ട് ഇപ്പോൾ അടുത്ത് വാങ്ങിച്ചാണ് ഈ കുക്കർ. 1 മാസമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചിരകി വെച്ച തേങ്ങയിൽ തന്നെ ബാക്കി ഉണ്ടായിരുന്നതിൽ ചെറിയ ജീരകം ഇട്ട് അരച്ചു. അപ്പോഴേക്കും കുക്കറിൽ ഫിസിലൊക്കെ വന്ന് കൂർക്കൊക്കെ വെന്തു. അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ട് ഒന്ന് ഉടച്ചത് ശരിയാക്കി എടുത്തു. എന്നിട്ട് പിന്നെ അതിലേക്ക് തേങ്ങ അരച്ച് ഒഴിച്ചാൽ ഈ പുഴുക്കും പെട്ടെന്ന് തന്നെ റെഡി ആവണതേ ഉള്ളൂ. തേങ്ങ അരച്ചൊഴിച്ചു, ആ വെള്ളം ഒന്നങ്ങോട്ട് വറ്റിച്ചെടുത്തു. തേങ്ങ അരച്ചൊഴിക്കാം. ഇതിൻ്റെ കൂടെ തന്നെ എൻ്റെ വീട്ടിലൊക്കെ തേങ്ങ വറുത്തിട്ടും കൂടി അതിലിടും, പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല. ഞാൻ വെറും തേങ്ങ അരച്ചൊഴിച്ചു. അതിന് ശേഷം ഉള്ളി അരിഞ്ഞ് വറുത്തിട്ടു, വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടു. അങ്ങനെയാണ് ഞാൻ വെച്ചത്. അപ്പോൾ ഞാൻ ഉള്ളിയൊക്കെ വാട്ടാൻ വേണ്ടിയിട്ട് ഈ ചീനച്ചട്ടി ചെറിയത് എടുക്കുകയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ അതേപോലെ അതിലേക്ക് ഒരു ചെറിയൊരു സവാളയാണ് കേട്ടോ ഞാൻ എടുത്തത്, അതെടുത്തു. പിന്നെ കറിവേപ്പിലയും, ഉള്ളി മൂത്ത് വന്നപ്പോൾ കറിവേപ്പില ഇട്ട് കറിയിൽ ഇട്ടു. അങ്ങനെ പുഴുക്കും റെഡിയാക്കി. സത്യം പറഞ്ഞാൽ സമയം 1:30 ഒക്കെ കഴിഞ്ഞിരുന്നു. സാധാരണ തിരുവാതിരയല്ല, എല്ലാ വിശേഷങ്ങൾക്കും നേരത്തെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞാലും അമ്പലത്തിൽ പോയി ഒന്ന് പിന്നെ വീട് ക്ലീൻ ചെയ്യുക എന്നുള്ളത് എനിക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അതും കൂടിയും കഴിഞ്ഞപ്പോഴേക്കും സമയം വൈകി. ആ ഒരു തിരക്കിൽ കൂടിയാണ് ഞാൻ വീഡിയോയും എടുത്തത്. അപ്പോൾ വീഡിയോ തലതിരിഞ്ഞിട്ടാണോ ക്യാമറ പിടിക്കുന്നതെന്ന് പോലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. വേഗം തിരക്കിലിങ്ങനെ ചെയ്യാണ്. പിന്നെ മോളിപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായി പറഞ്ഞിട്ട് അവൾക്ക് കുറച്ച് പോർഷൻസ് ബാക്കിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ അതിന് പഠിക്കാനിരിക്കുകയുണ്ടായിരുന്നു അമ്പലത്തിലൊക്കെ പോയി വന്നതിൻ്റെ ശേഷം. അപ്പോൾ പിന്നെ ഞാൻ അവളെയും ശല്യം ചെയ്തില്ല. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ക്യാമറ പിടിക്കലും വീട്ടിലെ പണികളൊക്കെ ആയപ്പോഴേക്കും അത് നേരം പോയി. പിന്നെ നമ്മളുടെ എല്ലാ വിഭവവും പറഞ്ഞാൽ 3 സാധനങ്ങൾ തന്നെ: കൂവ, പുഴുക്ക്, ഗോതമ്പത്തിൻ്റെ കഞ്ഞി, ഈ 3ഉം റെഡിയാക്കി ഞാൻ. അപ്പോൾ ഒരു തിരുവാതിര ആയുമ്പോൾ പിന്നെ എല്ലാ വീട്ടിലും ഇത്ര തന്നെ അല്ലേ ഉണ്ടുള്ളൂ. പിന്നെ പപ്പടം തിരുവാതിരയ്ക്ക് ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് പപ്പടവും വെച്ചു. പിന്നെ ഞാനും മോളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ രണ്ടാളും ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാം എന്ന് വിചാരിച്ചു.
അപ്പോൾ ഒരു തിരുവാതിരയുടെ വീഡിയോ ആണ്, ഉച്ചത്തെ വിശേഷങ്ങളാണ്. ഒരുപാട് തെറ്റൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറത്ത് വന്ന് വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ കഴുകിയിട്ട സാധനങ്ങൾ പോലും ഞാൻ വെയിലത്തേക്ക് വെച്ചിരുന്നില്ല. ഞാൻ മല്ലി കഴുകി വെച്ചിരുന്നു, അതൊക്കെ കൊണ്ടുപോയി വെയിലത്തേക്ക് ഇട്ടു. വരുമ്പോൾ ഞാൻ 2 ഇലയും മുറിച്ചോർന്നു. ഇത് ഞാൻ വീഡിയോ ഷോർട്ടാക്കിയിട്ട് ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇലയൊക്കെ കഴുകി കൊടുന്നു. നമ്മൾ കൂവിയും പുഴുക്കും ഒക്കെ അതിൽ വിളമ്പി, അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ അതേപോലെ തന്നെ ചെയ്തു. ഒരു കഞ്ഞിയും കഴിച്ചു. വീഡിയോ എടുത്തതിലെ ഒരു തെറ്റ് എനിക്കിപ്പോൾ കാണുമ്പോഴും വല്ലാത്തൊരു സങ്കടമായിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അത് ഇങ്ങനെയാണല്ലോ കിട്ടിയത് എന്ന് ഓർക്കുമ്പോൾ. എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. വീഡിയോ